ഹായ് കൂട്ടുകാരെ, നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്ന ഇന്നത്തെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹലോ, സുഖാണോ? എന്തൊക്കെയുണ്ട് വിശേഷം? ആണോ? ഇന്ന് അച്ചുവിന്റെ ബർത്ത്ഡേ ആണോ? നിങ്ങൾ എല്ലാരും വിഷ് ചെയ്തു അച്ചുവിനെ? പോകുന്നുള്ളൂ. നമുക്ക് അച്ഛനെ ഒന്നിച്ച് വിഷ് ചെയ്താലോ? വാ അച്ചു, നമുക്ക് അച്ചുവിനെ വിഷ് ചെയ്ത് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കാം. വാ, ഓടി വാ. അച്ചു സന്തോഷത്തിലാണല്ലോ, സുന്ദരി ആയിട്ടുണ്ടല്ലോ. നമുക്ക് എഴുന്നേറ്റ് നിന്ന് ഇന്ന് അച്ചുവിനെ വിഷ് ചെയ്യാം അല്ലേ? ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു അച്ചു, ഹാപ്പി ബർത്ത്ഡേ ടു യു. മേ ഗോഡ് ബ്ലെസ് യു ട്ടോ. സന്തോഷം. നമ്മുടെ അടുത്ത പരിപാടി എന്താ? ക്ലാസ്സിലേക്കല്ലേ പോകുന്നത് നമ്മള്? ആണോ? പിന്നെ എന്തിലേക്കാ? അപ്പൊ ഇന്ന് അച്ചുവിന്റെ ചാൻസ് ആണ്. ആരെ ഗെയിമിനെ വിളിക്കണം? സിസ്റ്റർ വിളിക്കൂല. അച്ചു പറ, ഇന്ന് ആരെയാ വിളിക്കേണ്ട ഗെയിമിനെ? ക്ലെമന്റേട്ടൻ. ക്ലെമന്റേട്ടൻ പോരെ? ജിംന ചേച്ചി. ജിംന. അൽഫോൻസ് ചേച്ചി. ഓക്കെ, അൽഫോൻസ് ചേച്ചി പോരെ ട്ടോ. ഇനി നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്ന ഗെയിം. ഇതാണ് ഗെയിം. ഗെയിമിന്റെ പ്രോപ്പർട്ടീസ് എവിടെയുണ്ട്? ഇവിടെ കുറച്ച് ബിസ്ക്കറ്റ് വെച്ചിരിക്കുന്നതുണ്ടോ? നിങ്ങൾക്ക് കഴിക്കാനൊക്കെ തോന്നും, പക്ഷെ ഇപ്പൊ കഴിക്കാൻ പാടില്ല. ഗെയിമിനുള്ളതാണ് ഇത്. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എടുക്കാം. അതെടുത്തിട്ട് നിങ്ങൾ ഇവിടെ നെറ്റിയിൽ വെക്കണം. എവിടെ വെക്കണം? നെറ്റിയിൽ. എന്നിട്ട് താഴെ വീട്ടാതെ എന്ത് ചെയ്യണം? ഇവിടെയുള്ള പാത്രങ്ങൾ, ഇത് അൽഫോൻസിന്റെ പാത്രം, ക്ലെമന്റ്, ജിംന. ഓക്കെ, ഈ 3 പാത്രത്തിൽ കൊണ്ട് നിങ്ങളത് വെക്കണം. നിലത്ത് വീണു എന്ന് വിചാരിക്കേ, കുഴപ്പമില്ല, നിങ്ങൾക്ക് ചാൻസ് ഉണ്ട്. അത് തന്നെ സ്റ്റാർട്ടിങ് പോയിന്റ് വീണ്ടും പോയിട്ട് തുടങ്ങണം. താഴെ വീണാലും നിങ്ങൾ കുഴപ്പമില്ല, പക്ഷെ ആ ബിസ്ക്കറ്റ് തന്നെ എടുത്തിട്ട് ഇവിടെ വന്ന് പൊടിഞ്ഞു പോയെങ്കിൽ എടുക്കണ്ട, വന്നിട്ട് നിങ്ങൾ അത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, എത്ര അധികം ബിസ്ക്കറ്റ് കളക്ട് ചെയ്യുന്നു അവർ വിജയി. ഓക്കെ, ഈ ബിസ്ക്കറ്റ് നെറ്റിയിൽ വെച്ച് കഴിഞ്ഞ് കൈ ബാക്കിൽ കെട്ടിയിട്ട് വേണം നടന്നു തുടങ്ങാൻ. ഓക്കെ, കൈ കെട്ട് ഊരാൻ പാടില്ല. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഇനി നമുക്ക് നോക്കാം ഇവർ എത്ര ബിസ്ക്കറ്റ് ആണ് കളക്ട് ചെയ്യുന്നത്. നിങ്ങളുടെ പാത്രം എടുത്ത് പോരെ? അത് വീണ ബിസ്ക്കറ്റ് ആണോ? ഓക്കെ, അത് അവിടെ ഇരുന്നോട്ടെ. ഓക്കെ, നമുക്ക് നോക്കാം അൽഫോൻസ് എത്ര കളക്ട് ചെയ്തു. മൈക്ക് പിടിച്ചു മോളെ. ഓക്കെ, 1 2 3 4 5 6 7 8. ഒരെണ്ണം പൊട്ടിയിട്ടുണ്ട്, അതും കൂടി എടുക്കാം അല്ലേ നമുക്ക്? അപ്പോൾ 9 ബിസ്ക്കറ്റ് കേട്ടോ. നല്ല മിടുക്കിയായിട്ട് ചെയ്തു കേട്ടോ. ഗുഡ് ഗുഡ്. ഇത് ക്ലെമന്റ് 1 2 3 4 5 6 7 8 9 10 11 12. എടുക്കാനാട്ടോ. ഓക്കെ, ജിംനയുടെ നോക്കാട്ടോ. 1 2 3 4 5 6 7. നല്ലതായിട്ടോ. ഇവരും അവിടെ കൊണ്ടുവച്ചു. ഇവര് മിടുക്കരായിട്ട് കളിച്ചില്ലേ? നല്ലൊരു കൈയടി കൊടുത്തേ. പേടിച്ച് വരച്ചാ കളിച്ചേ. ഇനി ഇവരോട് ചോദിക്കാം നമുക്ക് എങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. എന്താ തോന്നിയ മോക്ക്? നെറ്റീമ ബിസ്ക്കറ്റ് ഒക്കെ ആയിട്ടുണ്ടല്ലേ? ആദ്യം കളിക്കാൻ പോകുമ്പോ നല്ല പേടി തോന്നി, പിന്നെ അങ്ങനെ നടന്ന് പോവാ. കഴിക്കാൻ തോന്നിയോ ബിസ്ക്കറ്റ്? ഇല്ല അല്ലേ? പേടി തോന്നിയില്ല, സാരമില്ല. ഓക്കെ, വിജയിച്ച വ്യക്തിയോട് ചോദിക്കാം. ക്ലെമന്റ് ചേട്ടൻ എങ്ങനെ തോന്നി? ബിസ്ക്കറ്റ് വെച്ചപ്പോ ഈസി ആയിരുന്നു, പിന്നെ നടന്നു പോയപ്പം ഈ കണ്ണുവരെ എത്തി, വീഴാനായി, പിന്നെ ഇങ്ങനെ പിടിച്ചു നിന്നു. ആ ബിസ്ക്കറ്റും ഒരു കണ്ണുണ്ടെന്ന് തോന്നുന്നില്ലല്ലോ, കഴിക്കാൻ തോന്നുന്നുണ്ടോ? ഓക്കെ, ജിംനെ? എനിക്ക് ആ ടേബിൾ കാണാൻ പറ്റുന്നില്ല ഇങ്ങനെ പോകുമ്പോ, അതാ ഞാൻ അങ്ങനെ അടുത്തേക്ക് ഫാസ്റ്റ് പോകുമ്പോ ടേബിൾ കാണണ്ടായിരുന്നില്ല അല്ലേ? ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. എന്നാൽ നല്ലോണം കളിച്ചു അല്ലേ? അപ്പൊ 3 പേർക്ക് നല്ലൊരു കൈയടി കൊടുത്തേ. അപ്പൊ ഈ ഗെയിമിൽ നമുക്ക് എന്ത് മനസ്സിലായി?
കെയർഫുൾ ആയിരിക്കണം. നമ്മൾ നടന്നു നീങ്ങുന്ന വഴിയിൽ സ്കൂളിൽ പോകുമ്പോൾ ഓരോ കാര്യം ചെയ്യുമ്പോൾ എന്തായിരിക്കണം? കെയർഫുൾ ആയിരിക്കണം നമ്മൾ, അല്ലേ? അല്ലെങ്കിൽ എന്തും വേണമെങ്കിൽ ഇന്നത്തെ ലോകത്ത് ഇന്നത്തെ കാലത്ത് എന്തും സംഭവിക്കാം, അല്ലെ? സർപ്പങ്ങളെ പോലെ വിവേകികളും പ്രാവുകളെ പോലെ നിഷ്കളങ്കരുമായി ജീവിക്കണം. അപ്പൊ നിങ്ങൾ അതുപോലെ ആവോ? രസകരമായിരുന്നില്ലേ ഇന്നത്തെ ഗെയിം? നിങ്ങൾ എല്ലാവരും TV കാണുന്നവരല്ലേ? പ്രത്യേകിച്ച് അട്രാക്റ്റീവ് ആയിട്ടുള്ള ആഡ്സ്. ഈ ആഡ്സിന് പുറകെ പോയി നമ്മൾ എത്ര കാശാ പാഴാക്കി കളയുന്നത്. ശോ, കഷ്ടം. ഇനിയെങ്കിലും നമ്മുടെ കണ്ണുകൾ നമുക്ക് തുറന്നു വെക്കണ്ടേ? ഇന്നത്തെ കാലത്ത് മക്കളെ എല്ലാവരും എന്താണെന്നറിയോ? ആരോഗ്യം നോക്കുന്നവരല്ലേ? ആരോഗ്യം സൗന്ദര്യം നോക്കുന്നവരല്ലേ? ഗേൾസ് എന്താണോ ആഗ്രഹിക്കുന്നത്? സ്ലിം ബ്യൂട്ടികളാകണം ആഗ്രഹിക്കുന്നു. ബോയ്സോ? ഞാൻ കേട്ടു ചിലവരൊക്കെ രാവിലെ എനിക്ക് 1.5 മണിക്കൂർ എന്താ ചെയ്യുന്നേ? പുഷപ്പാണ്, അല്ലേ? ഓക്കെ. അപ്പോ അങ്ങനെയെല്ലാം ചെയ്യുമ്പോഴും നമ്മൾ കഴിക്കുന്ന ആഹാരത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല. ഇന്ന് രാവിലെ എന്താ കഴിച്ചെല്ലാരും? അപ്പം. ഓക്കെ. ഇന്ന് സിസ്റ്റർ സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനമാണോ എന്ന് അറിയില്ല, കാണിച്ചു തരാം. വേണോ? ഇതെന്താ? ബിസ്ക്കറ്റ്. തരാം. ഒച്ച വെക്കില്ല. അപ്പൊ നിങ്ങൾക്ക് ബിസ്ക്കറ്റും ബേക്കറിയും ഒക്കെ ഇഷ്ടമാണല്ലേ? എല്ലാവർക്കും ഇഷ്ടമാണോ? അച്ഛൻ്റെ മുഖത്തിന് എന്താ ഒരു പ്രോബ്ലം ഉണ്ടല്ലോ? അവിടെ എന്താ പ്രോബ്ലം? എനിക്ക് അങ്ങനെ എല്ലാ ബിസ്ക്കറ്റും ഒന്നും ഇഷ്ടമല്ല. അതെന്തേ? ക്രീം ഇല്ലാത്തോണ്ടാണോ? ചിലതൊന്നും കാണാനൊന്നും രസമുണ്ടാവൂല. ഓ, രസമുള്ള ബിസ്ക്കറ്റ് ആണ് ഇഷ്ടം. കാണാൻ രസമുള്ള നമുക്ക് ഇഷ്ടം, അല്ലേ? കണ്ണിന് കുളിർമയുള്ളതും നല്ല കളർഫുൾ ആയിട്ടുള്ളതൊക്കെയാണ് ഇഷ്ടം. അപ്പൊ നമുക്കൊരു ചെറിയ വീഡിയോ കണ്ടു നോക്കാം. ഓക്കെ? ഫാസ്റ്റ് ഫുഡിന്റെ പിറകെ പോകുന്ന പുതുതലമുറ ഇന്ന് രോഗങ്ങളുടെയും പിടിയിലാണ്. ജങ്ക് ഫുഡ് കഴിക്കുന്നതിന് മുൻപ് 2 തവണയെങ്കിലും ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് പഠനങ്ങൾ പറയുന്നത്. ചെറിയൊരു പീസ് ബർഗറോ പിസയോ തന്നെ കരൾ പ്രമേഹ രോഗങ്ങൾക്ക് കാരണമാകുന്നുണ്ടെന്നാണ് പുതിയ പഠനം തെളിയിക്കുന്നത്. കൃത്രിമ നിറങ്ങളും രുചികളും നൽകി ഉണ്ടാക്കുന്ന ജങ്ക് ഫുഡുകൾ ആരോഗ്യത്തിന് വളരെ ദോഷം ചെയ്യുന്നതാണ്. ബർഗർ, പിസ്സ, സോഡ പോലുള്ള ഫാസ്റ്റ് ഫുഡുകൾ ചെറിയ അളവിൽ കഴിക്കുന്നത് പോലും വലിയ രോഗങ്ങളിലേക്ക് നയിച്ചേക്കാം. ജർമ്മൻ ശാസ്ത്രജ്ഞരുടെ പുതിയ പഠനമനുസരിച്ച് ഓരോ പീസ് ഫാസ്റ്റ് ഫുഡിലും പാം ഓയിലിന്റെ അളവ് വളരെയധികം കൂടുതലാണ്. ഇത് ശരീരത്തിലെ ഇൻസുലിന്റെ ശക്തി കുറയ്ക്കുന്നതോടൊപ്പം ഫാറ്റ് അടിഞ്ഞുകൂടി കരളിന്റെ പ്രവർത്തനം മന്ദഗതിയിലാക്കുന്നു. ജർമ്മൻ ഡയബറ്റിസ് സെന്ററിലെ പ്രൊഫസർ ഡോക്ടർ മിഹായിൽ ജോർഡൻ പറയുന്നത് കേൾക്കുക. ഒരു ആരോഗ്യമുള്ള മനുഷ്യന്റെ ശരീരത്തിൽ ചെറിയ ഡോസ് പാം ഓയിൽ പോലും കരളിന്റെ പ്രവർത്തനത്തെ വേഗത്തിൽ ബാധിക്കുന്നു എന്നാണ്. ഒരു തടിച്ച ആൾക്കും മെലിഞ്ഞ ആൾക്കും തുല്യ അളവിൽ പാം ഓയിൽ നൽകിയാണ് പഠനം നടത്തിയത്. ഇറ്റലിയിലെ പ്രശസ്ത ആശുപത്രിയിൽ നടത്തിയ മറ്റൊരു പഠനത്തിലും ഇത്തരം ഭക്ഷണങ്ങളിലെ അധിക കൊഴുപ്പ് മദ്യപാനികളിൽ ഉണ്ടാക്കുന്നത് പോലെ തന്നെ കരൾ രോഗത്തിന് കാരണമായേക്കാം എന്നാണ് വ്യക്തമാക്കുന്നത്. ജങ്ക് ഫുഡുകളുടെ പതിവായ ഉപയോഗം നിങ്ങളെ വലിയൊരു രോഗിയാക്കി മാറ്റിയേക്കാമെന്നാണ് പഠനം പറയുന്നത്. മാത്രമല്ല ജങ്ക് ഫുഡ് പൊണ്ണത്തടി, വിട്ടുമാറാത്ത രോഗങ്ങൾ, കുറഞ്ഞ ആത്മാഭിമാനം, വിഷാദരോഗം എന്നിവ പോലുള്ള സങ്കീർണതകളിലേക്ക് നയിച്ചേക്കാം. കുട്ടികളുടെ പാഠ്യേതര പ്രവർത്തനങ്ങളിലും ദോഷഫലങ്ങൾ പ്രകടമാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ കേട്ടല്ലോ, ഇനി ജങ്ക് ഫുഡ് കഴിക്കുന്നതിന് മുൻപ് 2 വട്ടം ആലോചിക്കുക. അപ്പൊ ജങ്ക് ഫുഡ് കഴിക്കുമ്പോൾ എന്ത് ചെയ്യണം? 2 പ്രാവശ്യം ആലോചിക്കണം, ചിന്തിക്കണം. നിങ്ങൾക്ക് എന്താ ഈ വീഡിയോ കണ്ടിട്ട് തോന്നിയേ? എനിക്ക് ഇഷ്ടമായിരുന്നു. ഇനി മുതൽ ഞാൻ കഴിക്കൂല എന്ന് ഞാൻ പ്രതിജ്ഞ എടുത്തു. ഓ, നല്ല പ്രതിജ്ഞ. നല്ലൊരു കൈയടി കൊടുത്തേ. അങ്ങനെ ഒരാൾക്ക് തോന്നിയെങ്കിൽ നല്ല കാര്യമല്ലേ? ജങ്ക് ഫുഡ്സ് ഒക്കെ കഴിച്ചാൽ നമുക്ക് അസുഖം വരും. അസുഖം. റോസിന് എന്താ തോന്നിയേ? വലിയ അസുഖം വരും. ഓക്കെ. അച്ചു? ഇതൊക്കെ തിന്നു കഴിഞ്ഞാൽ കരളിനെയൊക്കെ ബാധിക്കും. അത് മനസ്സിലായില്ലേ? എന്തിനൊക്കെ കരളിനെ ബാധിക്കും, പിന്നെ മറ്റ് അസുഖങ്ങളൊക്കെ നമുക്ക് കടന്നു വരും. സിസ്റ്റർ, ഫുഡിനെ കുറിച്ച് മാത്രമല്ല നിങ്ങളോട് പറയുന്നത്. അച്ചു നേരത്തെ പറഞ്ഞൊരു പോയിന്റില്ലേ, അത് കാണാൻ അധികം രസമില്ല, അതുകൊണ്ട് എനിക്ക് ഇഷ്ടമില്ല എന്ന്. കാണാൻ എന്നും അറിയോ? റിസർച്ച് പറയുന്നു എന്ത്, ഒരു വർഷം കുഞ്ഞുങ്ങളെ അഡ്വർടൈസ്മെന്റ് കാണുമ്പോൾ, പരസ്യം കാണാറില്ലേ? ഒരു വർഷം എത്ര പരസ്യം കാണുന്നുണ്ടെന്ന് അറിയോ? ഒരു വർഷം റിസർച്ച് പറയുന്നു 40,000 അഡ്വർടൈസ്മെന്റ് ഒരു വർഷം കുഞ്ഞുങ്ങൾ കാണുന്നുണ്ടെന്ന്, അല്ലേ? ഒരു 2 മണിക്കൂറെങ്കിലും, 2 അതിലും കൂടുതലായിരിക്കും ടി വിയുടെ മുന്നിൽ സ്പെൻഡ് ചെയ്യുന്നത്. മക്കളെ, ഫുഡിന്റെ കാര്യം മാത്രമല്ല, പല അഡ്വർടൈസ്മെന്റ് നമ്മൾ കാണുമ്പോൾ ചിലപ്പോൾ കോസ്മെറ്റിക്സ് ആവും, ക്രീമും, പിന്നെന്താ സ്പ്രേയും, പിന്നെന്താ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോസ്മെറ്റിക്സ്, ഡ്രസ്സസ്, ഇയറിങ്സ്, അല്ലെ? ഓരോ ഫാഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ കാണുമ്പോൾ അത് വേണോ നമ്മൾ വാശി പിടിക്കും. അതുപോലെ തന്നെ സ്റ്റണ്ടുകൾ കാണൂലേ, അല്ലേ? ആക്ടേഴ്സിന്റെ ആക്ട്രസസിന്റെ ഒക്കെ ഓരോ
പോസ്റ്റേഴ്സ് കാണുമ്പോൾ അവരുടെ സ്റ്റൈൽ കാണുമ്പോൾ അതുപോലെ നമ്മളും ആകാൻ തുടങ്ങും. മക്കളെ, അഡ്വർടൈസ്മെന്റ് കാണുന്നത് നല്ലതാണ്. കാരണം അഡ്വർടൈസിന്റെ ഗുണം സിസ്റ്റർ പറഞ്ഞുതരാം. അത് കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നും, ഓ അതുപോലെയൊക്കെ ആകണം, എനിക്കൊരു ഡോക്ടർ ആകണം, എഞ്ചിനീയർ ആകണം. അതുപോലെ നല്ലതല്ലേ അത്? നിങ്ങൾക്ക് നല്ല പ്രചോദനം, അത് നല്ല കാര്യം. പിന്നെയുള്ള ഒരു കാര്യം, അതിലൂടെ നല്ല ഗുണങ്ങൾ കിട്ടും. ഇപ്പൊ ബ്രഷിന്റെ, ടൂത്ത് പേസ്റ്റിന്റെ ഒരു പരസ്യം ഉണ്ടല്ലോ, നിങ്ങൾ പാടുന്ന കാണാലോ. Brush, brush, brush 2 times a day. Brush with Colgate. 2 times a day അല്ലേ? നല്ലൊരു നിങ്ങളുടെ ഹാബിറ്റിൽ അത് എഫക്റ്റ് ആവുന്നുണ്ട്. 2 times ബ്രഷ് ചെയ്യണം, നിങ്ങൾ അതിലൂടെ പഠിക്കുന്നു. അങ്ങനെ കുറേ നല്ല കാര്യം അറിവ് കിട്ടും നമുക്ക് അഡ്വർടൈസ്മെന്റ് കണ്ട. പക്ഷേ അതുപോലെ തന്നെ ദോഷമായിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്. അത് കാണുമ്പോൾ പപ്പയോടും മമ്മിയോടും നമ്മൾ എന്ത് പറയും? വാശി പിടിക്കും, എനിക്കും മേടിച്ചു തായോ, എനിക്കും വേണമെന്ന്. പപ്പയുടെ കാശെടുത്ത്, പപ്പയുടെ പോക്കറ്റിലെ കാശെടുത്ത് ആർക്ക് കൊണ്ടുപോയി കൊടുക്കും നമ്മള്? അഡ്വർടൈസ്മെന്റിലൂടെ കൂടുതൽ അവർക്ക് അത് സെയിൽ ആവുന്നത് എങ്ങനെയാണെന്നറിയോ? നിങ്ങളിലൂടെയാണ്. നിങ്ങൾ പേരൻസിനോട് പറഞ്ഞ് എന്തുണ്ടാവും? ആ സെയിലിങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ തെറ്റായ കാര്യങ്ങളൊക്കെ, സ്മോക്കിംഗ് ചെയ്യുന്ന ഇത് കാണുമ്പോൾ എന്ത് തോന്നും? ഒന്ന് നമ്മൾ എന്ത് ചെയ്ത് നോക്കാം, ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം, അവർ നല്ല ഇങ്ങനെ ചെയ്യുന്നൊക്കെ ഉണ്ടല്ലോ, അപ്പം അങ്ങനെ അനുകരിക്കാൻ നിങ്ങൾ തുടങ്ങും. പിന്നെ എത്ര സമയമാണ് വേസ്റ്റ് ചെയ്യുന്നത്? ഒരു സിനിമ കാണുവാണെങ്കിൽ തന്നെ എത്ര ആഡ് അതിൻ്റെ ആ ബ്രേക്ക് ടൈമിൽ ഇടുന്നത് അല്ലേ? അപ്പം എത്ര ടൈം വേസ്റ്റ് ആവുന്നുണ്ട്. നിങ്ങൾ കണ്ണിനത് അല്ലേ, ടി വിയുടെ ഇങ്ങനെ ഓരോ നിങ്ങൾക്ക് അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യം കാണുമ്പോൾ അടുത്ത് പോയി ഇങ്ങനെ നോക്കി നിൽക്കും അല്ലേ? അതിൽ മുഴുകിപ്പോകും നമ്മൾ അറിയാതെ തന്നെ അത് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പം എപ്പോഴും നിങ്ങൾ ഓർക്കണം, അഡ്വർടൈസ്മെന്റ് കാണുമ്പോൾ ശരിയാണോ, സത്യമാണോ, എല്ലാ ആഡും സത്യമാണോ? അല്ല, നിങ്ങൾ ചിന്തിക്കണം, ശരിക്കും അങ്ങനെയൊക്കെ ആവോ? വെറുതെ മായയായിട്ടൊക്കെ നമ്മുടെ കണ്ണിന് കുളിർമ നൽകുന്നതൊക്കെ അവരിങ്ങനെ കാണിച്ചു തരും. പക്ഷെ അത് സത്യമാണോ അല്ലയോ എന്ന് ചിന്തിച്ച് പിന്നെ വെറുതെ ടൈം ഒന്നും വേസ്റ്റ് ചെയ്യരുത്. ഇന്ന് ക്ലെമൻ്റ് എടുത്തതുപോലെ ഞാനൊരു പ്രതിജ്ഞ എടുക്കുന്നു, ഇനി ഞാൻ ജങ്ക് ഫുഡ്സ് അങ്ങനെ കഴിക്കില്ല. അപ്പം നിങ്ങൾ എല്ലാവരും ഒരു നല്ല തീരുമാനം എടുത്താൽ ചിലപ്പോൾ കോസ്മെറ്റിക്സ് ആവും, ഫുഡാവും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാര്യങ്ങളാവും. ഏതെങ്കിലും ഒരു കാര്യം ഹാനികരമായിട്ട് അഡ്വർടൈസ്മെന്റ് കണ്ട് ഞാൻ വാശി പിടിച്ചൊരു കാര്യം ഇന്ന് ഞാൻ ഉപേക്ഷിക്കുന്ന ഒരു നല്ലൊരു തീരുമാനം നമുക്കിന്ന് എടുക്കാം. ചേച്ചി ഇന്നലെ ഞാൻ ടി വിയിൽ ഒരു ആഡ് കണ്ടു. മുടി സ്പൈക്ക് ചെയ്യാനുള്ള ഒരു സൂപ്പർ ഷാമ്പു. അത് മേടിച്ചിട്ട് വേണം എനിക്കൊന്ന് ഷൈൻ ചെയ്ത് നടക്കാൻ. നിനക്ക് തോന്നുന്നുണ്ടോ ഈ പറയുന്നതെല്ലാം സത്യമാണെന്ന്? അപ്പോൾ അവർ കാണിക്കുന്നതോ സത്യമല്ലേ? ഇതാണ് നമുക്കെല്ലാം പറ്റുന്ന തെറ്റ്. ടി വിയിൽ കാണുന്നതെല്ലാം സത്യമാണെന്ന് നാം വിശ്വസിക്കും. യഥാർത്ഥത്തിൽ അവരുടെ പ്രൊഡക്റ്റ് വിറ്റഴിക്കാൻ മാത്രമാണ് അവർ ശ്രദ്ധിക്കുന്നത്. നമ്മുടെ നന്മ അവർ ആഗ്രഹിക്കുന്നില്ല. ദൈവമേ, ഞാൻ എത്ര മണ്ടനായിപ്പോയി. കണ്ടതും കേട്ടതും എല്ലാം ഞാൻ വിശ്വസിച്ചു. നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമായ ഫുഡ് ഐറ്റംസ്, സ്നാക്സ്, പ്രോഡക്ട്സ്, ഇനി എല്ലാം ഞാനത് ഉപേക്ഷിക്കും. എന്നാൽ നമുക്ക് ഈ സന്തോഷം ഈശോടൊപ്പം പാടി ആഘോഷിച്ചാലോ? മക്കളെ, ഇപ്പോഴത്തെ കാലഘട്ടത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എല്ലാവരും എന്താ പറയുന്നത്? വൈഫൈ കാലം, സെൽഫി കാലം, പിന്നെ എന്ത് കാലം? 4G കാലം. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലൂടെ ന്യൂ ജെൻ ഇതിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പൊ എന്ത് ചെയ്യാം? നമുക്കിന്ന് ന്യൂ ജെൻ രീതിയിൽ ഈശോയെ സ്തുതിക്കാം. നിങ്ങൾ റെഡിയാണോ? ന്യൂ ജെൻ രീതിയിൽ നമ്മൾ ഈശോയെ സ്തുതിക്കാൻ പോവാം. സിസ്റ്റർ പാട്ട് പഠിപ്പിച്ചു തരാം, നിങ്ങൾ കൂടെ പാടണം. ഓക്കെ സിസ്റ്റർ? പാടിയിട്ട് നിങ്ങൾ ചേർന്ന് പാടണം. കാലമിതു കാലമിതു കാലം, സ്പീഡ് സ്പീഡായൊരു കാലം. പഠിക്കേ. കാലമിതു കാലമിതു കാലം, സ്പീഡ് സ്പീഡായൊരു കാലം. Selfie column, 4G column.
ചൊല്ലേ ഓൺലൈനിൽ കുരുങ്ങി ഓഫാകല്ലേ സ്വിച്ച് ഓഫ് ആയി പോകല്ലേ നല്ലപടി വീട്ടിന്നും പള്ളിന്നും ഔട്ട് ഓഫ് റേഞ്ച് കറങ്ങിത്തിരിഞ്ഞ് വൈറസാകല്ലേ കുടിച്ചും പുകച്ചും മരുന്നടിച്ചും സ്വിച്ച് ഓഫ് ആയി പോകല്ലേ നല്ലപടി വീട്ടിന്നും പള്ളിന്നും ഔട്ട് ഓഫ് റേഞ്ച് കറങ്ങിത്തിരിഞ്ഞ് വൈറസാകല്ലേ കുഞ്ഞിലേ തൊട്ട് വിശുദ്ധരായി ജീവിക്കുവാൻ നമ്മൾ പഠിക്കണം. ഈ ഗെയിമിനുണ്ടല്ലോ കുറച്ച് അറിവ് വേണം. എന്ത് വേണം? അറിവ്. അതെല്ലാം നിങ്ങൾക്കുണ്ടോ? ഇന്ത്യക്ക് പുറത്ത് ജനിച്ച് വളർന്നിട്ട് അത് കഴിഞ്ഞിട്ട് പ്രായമായപ്പോൾ ഇന്ത്യയിലോട്ട് വന്ന ആളാണോ?